ഗുഡ് മോർണിംഗ്, അശോകർമ്മ ഹിയർ. യെസ്, ഗസ്റ്റ് ഹൗസിലോ? ഓയസ്, തീർച്ചയായും. ഇല്ല, വൈകില്ല, ഇപ്പൊ തന്നെ പുറപ്പെടുകയാണ്. നൈറ്റ് പെട്രോളിംഗ് സജീവമായിരുന്നു. ബോട്ട് ചെട്ടി വരെ വന്നൊരു കാറ് പോലീസിനെ കണ്ട് തിരിഞ്ഞോടി. ചേസിംഗിനിടയിൽ നമ്മുടെ ജീപ്പ് കേടായി. എന്നിട്ട് സിറ്റി ലിമിറ്റ്സിലൊക്കെ കാവലുള്ളതുകൊണ്ട് കടന്നു കളഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഹോം മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസ് വന്നിട്ടുണ്ട്. പിയെ ഫോൺ ചെയ്തിരുന്നു. കേസ് അന്വേഷിക്കാനല്ല, അധികൃതരോട് വിശദീകരിക്കാനാ കൂടുതൽ സമയം വേണ്ടത്. ഒന്നും തലേ കയറിയുമില്ല. പണ്ട് ജാഥ വിളിച്ചു നടന്നതിന്റെ ഓർമ്മയാ. കുറ്റവാളികളെ പിടിക്കണമെന്ന് എപ്പോഴും മുദ്രാവാക്യം വിളിച്ചോണ്ടിരിക്കും. ആ, പെട്ടെന്ന് വരാൻ നോക്കാം. ഇൻസ്പെക്ടർ കൂടെ ഉണ്ടാവും. സർ, വരുന്ന 2-3 ദിവസങ്ങൾ ചിലപ്പോൾ വളരെ നിർണായകമായിരിക്കും. ഐ നോ ഇറ്റ് സർ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം. എന്റെ സ്ഥാനത്ത് വരുമ്പോഴേ നിങ്ങൾ കുറച്ചു നേരം പുറത്തു പോയിരിക്കും. ഇരിക്കൂ മിസ്റ്റർ വർമ്മ. കേസിന്റെ സങ്കീർണത ഞാൻ മനസ്സിലാക്കാനായിട്ടല്ല. ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അസംബ്ലിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. കർമ്മോന്മുഖനായ ഒരു കസ്റ്റംസ് ഓഫീസർ, അന്വേഷണം ഏറ്റെടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, കൊല്ലപ്പെട്ടത് വെറും വേഴാങ്കുലികളല്ല. സർ, വ്യക്തമായ കെണികൾ ഒരുക്കാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ കെണി ഒരുക്കി വരുമ്പോഴേക്കും മന്ത്രിസഭ താഴെ പോവും. മിസ്റ്റർ വർമ്മ, 5-6 പേരെ സംശയമുണ്ട്, 1-2 പേരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് കേസ് അന്വേഷണം? സർ, വല്ലവരെയും ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ അല്ല, എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാനാ എന്റെ ശ്രമം. 2-3 ദിവസത്തിനകം അത് നടക്കുന്ന എന്റെ വിശ്വാസം. അതുപോരാ, നാളെ വീണ്ടും അസംബ്ലി കൂടുകയാണ്. 24 മണിക്കൂറിനകം എന്തെങ്കിലും നടന്നേ പറ്റൂ. സാർ, അത് നിങ്ങൾക്ക് തൽക്കാലം പോവാം. DIGയുടെ കോൾ ഉണ്ടായിരുന്നു. അവിചാരിതമായി ഫോണിൽ കിട്ടിയ ക്രോസ് ടോക്കിൽ നിന്ന് കള്ളക്കടത്തുകാർ പരിഭ്രാന്തരാണെന്ന് മനസ്സിലായത്രേ. സാറിനെ പറ്റിയുള്ള ചില പരാമർശങ്ങൾ കേൾക്കുകയുണ്ടായി എന്നും പറഞ്ഞു. എന്നിട്ട് ഫോൺ നമ്പർ ട്രേസ് ചെയ്തു. സെക്കൻഡ് ഗേറ്റിനടുത്തുള്ള പബ്ലിക് ബൂത്ത് ആയിരുന്നു. സാറിനോട് ശ്രദ്ധിച്ചിരിക്കാൻ DIG പറഞ്ഞു. കുഴപ്പമില്ല, എന്റെ അന്വേഷണം ശരിയായ വഴിക്കാണ് നീങ്ങുന്നതെന്ന് എനിക്കിപ്പോ കൂടുതൽ ബോധ്യമായി. അതാണ് അവർക്ക് ഈ പരിഭ്രാന്തി. നമ്മുടെ കടൽ തീരത്ത് ഇറക്കപ്പെട്ട സ്വർണ്ണപ്പെട്ടികൾ നഗരം വിട്ടു പോയിട്ടില്ല. ആ പെട്ടിക്ക് കാവലിരിക്കുന്നവർ തന്നെയാണ് കൊലയാളികൾ. അവരെത്രത്തോളം ശക്തരാണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ നല്ലൊരു ഏറ്റുമുട്ടൽ വേണ്ടി വന്നേക്കും. ചിലപ്പോ നാളെ തന്നെ.
ശീതള ഛായയിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ മറന്ന് നാടിന്റെ ക്രമസമാധാന നില തകരാറിലാക്കിയ ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് ഈ നഗരത്തിൽ നടക്കുന്ന കരിങ്കൊടി പ്രകടനത്തിൽ പങ്കുകൊള്ളാൻ ജനാധിപത്യ വിശ്വാസമായ നാട്ടുകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ജനവഞ്ചകനായ ഒരു ആഭ്യന്തരമന്ത്രിക്ക് പണ്ടാടാനുള്ളതല്ല ഭരണമെന്ന് ബോധ്യപ്പെടുത്താൻ എത്ര മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്? സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി എത്ര മണിക്കൂർ നേരം മിസ്റ്റർ മോഹൻദാസിനെ കാത്തിരിക്കണം? രാവിലെ ചോര ഛർദ്ദിച്ചു സാർ. എന്തിന്? ചോര ഛർദ്ദിക്കാൻ മാത്രമുള്ള രോഗം എന്താണെന്നാണ് ചോദിച്ചത്. വളരെ ഗുരുതരമായ രോഗമാണെന്നാണ് സാർ പറഞ്ഞത്. രോഗത്തിന് പേരില്ലേ? പേര് ആരും വ്യക്തമായി പറഞ്ഞില്ല സാർ. മെഡിക്കൽ സയൻസിൽ ഇതോടൊപ്പം ഒരു പുതിയ രോഗത്തിന്റെ പേര് പൊട്ടിമുളയ്ക്കുമായിരിക്കും. ചിലപ്പോ. സ്കാനിങ് കഴിഞ്ഞതേ ഉള്ളൂ, റിപ്പോർട്ട് വന്നിട്ടില്ല. ഇത്രയും പ്രധാനപ്പെട്ട കേസിന്റെ ചുമതല ഏൽപ്പിക്കാൻ നേരത്താണോ സ്കാനിങ്ങും മണ്ണാങ്കട്ടൊക്കെ? പ്ലീസ് എക്സ്ക്യൂസ് മീ സാർ. രോഗം ഒരു ക്രൈം അല്ല. ക്രിമിനൽസിനെ പിടികൂടുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പിന്മാറുന്നത് അതിഭയങ്കരമായ ക്രൈമാണ്. നിരവധി ഡോക്ടർ സർട്ടിഫിക്കറ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ചുരുങ്ങിയത് 6 മാസത്തേക്കെങ്കിലും വിശ്രമം വേണമെന്നാ വിദഗ്ധന്മാരുടെ അഭിപ്രായം. ഇതിലും ഭേദം താങ്കൾ മരിച്ചുപോയതായ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നതായിരുന്നു. കള്ളക്കടത്തുകാർ തന്നെയാണ് അശോക് വർമ്മയെ തട്ടിയത്. സ്വർണം പൂഴ്ത്തിവെച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സകല വഴികളും വർമ്മ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. വർമ്മയുടെ ബ്രീഫ് കേസും കൊലപാതകൾ കൊണ്ടുപോയി. കള്ളക്കടത്തുകാർ വളരെ സംഘടിതരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ സംശയമില്ല. ഈ നഗരത്തിൽ പല രൂപത്തിലും ഭാവത്തിലും അവരിപ്പോൾ ഒളിച്ചിരിക്കുകയാണ്. ഏത് രൂപത്തിലാണ് സാർ? ഡിപ്പാർട്ട്മെന്റിന് വലിയ നാണക്കേട്. അശോക് വർമ്മയുടെ മരണം ഒരു കനത്ത അടിയായി. മോഹൻദാസിന്റെ പിന്മാറ്റം മറ്റൊരു നാണക്കേട്. സാർ 11:30 എക്സ്റേ എടുക്കണം. പോണം. സാർ ഫയൽസ്. IG തന്നെ ഒരു തീരുമാനം എടുക്കണം. മിസ്റ്റർ സുരേന്ദ്രൻ ഈ കേസ് ധീരമായി ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സാർ അത് വേറൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ? സാർ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഒരുപാട് നേർച്ചകൾ നേർന്നു. അടുത്ത മാസം ഞാൻ എൻ്റെ അച്ഛനാവാൻ പോവുക. അതുകൊണ്ട് ഞാൻ ലീവ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതും ഇതും തമ്മിലെന്ത് ബന്ധം? ഒന്നെനിക്ക് മനസ്സിലായി. കള്ളക്കടത്തുകാരേക്കാൾ സംഘടിതരായിട്ടാണ് നിങ്ങളുടെയൊക്കെ നീക്കം. ഞങ്ങളെ താഴെയിറക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയ്ക്ക് നിങ്ങളൊക്കെ കൂട്ടുനിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കേസുകളൊക്കെ തെളിയിച്ചാലും ഇല്ലെങ്കിലും 5 വർഷം തികച്ചു ഞങ്ങൾ ഭരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആഭ്യന്തരം വേണ്ട, ഒന്നും വേണ്ടെന്ന്. ഈ സാരി കൊള്ളാമോ? ഈ കളർ എനിക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ? ഒന്ന് പറയുന്നേ. നീ ഒന്ന് പോണ്ടോ അപ്പുറത്ത്? മനുഷ്യ ഇവിടെ തീയില്ല. ദേ, അസംബ്ലി കാണിക്കുന്നവരുള്ള അഭ്യാസം ഒന്നും എന്റെ അടുത്ത് എടുക്കരുത്. മന്ത്രി അതിന് ശേഷമുള്ള മാറ്റമൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇലക്ഷന് നിന്നിരുന്നപ്പോ നിങ്ങളുടെ പാർട്ടിക്കാരില്ല എന്റെ അച്ഛനെ കാശുവാരി എറിഞ്ഞത്. നീ എനിക്ക് സ്വൈരം തരില്ല അല്ലേ? ഈ കേസിന് തുമ്പുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഏത് നിമിഷത്തിലാ അധികാരം വിട്ട് ഇറങ്ങേണ്ടി വരികയെന്നറിയില്ല. അധികാരം വിട്ടിറങ്ങാനോ? എന്ന് വെച്ച 6 മാസം കൊണ്ട് മന്ത്രിയുടെ ഭാര്യയായി ഞാൻ മുൻമന്ത്രിയുടെ ഭാര്യയായി മാറുമെന്നോ? ദേ, ഇങ്ങനെ അറമ്പറ്റെന്ന് വർത്താനൊന്നും പറയാതെ. അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് അസൂയ വന്ന് നിറഞ്ഞു നിൽക്കുന്ന സമയാ. നിന്നെയും കൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നടക്കണ എന്നെ വേണം തല്ലാൻ. സൂക്ഷിച്ച് സംസാരിക്കണം. മന്ത്രിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അധികാരത്തിന്റെ ശീതള ഛായയിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ മറന്ന് നാടിന്റെ ക്രമസമാധാന നില തകരാറിലാക്കിയ ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് ഈ നഗരത്തിൽ നടക്കുന്ന കരിങ്കൊടി പ്രകടനത്തിൽ പങ്കുകൊള്ളാൻ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ജനവഞ്ചകനായ ഒരു പ്രതിപക്ഷം ജനങ്ങളെ ആകെ ഇളക്കി മറിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, ആഭ്യന്തരമന്ത്രി രാജിവെക്കണം. മന്ത്രി രാജിവെച്ചാൽ ഇവിടെ ക്രമസമാധാനം വരൂ. കുറ്റവാളികളെ പിടികിട്ടാതെ ഞാൻ എന്ത് ചെയ്യും? വർമ്മയുടെ മരണം കൂടി ആയപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആകെ ഭയന്നിരിക്കുകയാണ്. ഈ കേസ് ഏറ്റെടുക്കുന്നതിലും നല്ലത് ആത്മഹത്യയാണെന്നാ പലരുടെ അഭിപ്രായം. ഒരു കണക്കിന് അതാ നല്ലതും. മറ്റൊരു ഐഡിയയുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. അന്വേഷണം വേണ്ടെന്നായിരിക്കും. എന്ത് ഐഡിയയിൽ കൊള്ളാൻ പെട്ടെന്ന് വേണം. ഈ കേസ് CBI ഏൽപ്പിക്കണമെന്നാണ് പലരും പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു അവസാന ശ്രമം കൂടി നടത്തി നോക്കാം. വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. സാർ ക്ഷമിക്കണം, വളച്ചു കെട്ടാതെ ഈ കാര്യം പറയാൻ ഒക്കുകയില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ കീഴ്വഴക്കങ്ങളിൽ കാണാത്ത ഒരു പുതിയ ഐഡിയയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പറയണം. 6 മാസങ്ങൾക്ക് മുമ്പുള്ള ചില പത്രവാർത്തകൾ സാർ വായിച്ചു കാണും. ഇല്ല, മന്ത്രി ആയ പിന്നെ ഞാൻ പത്രം അധികം വായിക്കാറില്ല. സാർ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയിലും വിദേശത്തും വേരുകളുള്ള അതിവിപുലമായ ഒരു കള്ളക്കടത്ത് സംഘത്തെ 6 മാസങ്ങൾക്ക് മുമ്പ് മദ്രാശി വെച്ച് പിടികൂടി.
അനന്തൻ നമ്പ്യാർ, ഗോവയിലെ പെരേര തുടങ്ങിയ ഭീകരന്മാർ ഇന്ന് ഇരുമ്പഴിക്കുള്ളിലാണ്. അതുകൊണ്ട് കുപ്രസിദ്ധനായ അന്താരാഷ്ട്ര കൊലയാളി പവനായിയെ വളരെ നിസ്സാരമായി കൊന്നു. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. ഈ അത്ഭുതങ്ങൾ സാധിച്ചെടുത്തത് ആരാണെന്ന് അറിയാമോ? ഇല്ല. ചെറുപ്പക്കാരായ 2 മലയാളികൾ. ആ മലയാളി കുട്ടികൾ ഇന്ന് തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ രോമാഞ്ചമാണ് സർ. ആഹാ. ഈ അന്വേഷണത്തിനായി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തമിഴ്നാട് ഗവൺമെന്റ് നമ്മുടെ റിക്വസ്റ്റ് തള്ളിക്കളയാനിടയില്ല. കീഴ്വഴക്കങ്ങൾ എന്തായാലും എല്ലാ തടസ്സങ്ങളും നീക്കി തമിഴ്നാട് സർക്കാരിൽ പ്രഷർ ചെലുത്തി പ്രഗത്ഭരായ ആ 2 CID-കളെ ഇവിടെ വരുത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.